ഹായ്, ഞാൻ താമര താമൂസ്. ഇപ്പം ഞാനുള്ളത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ജന്മനാടായ എറണാകുളത്താണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ അച്ഛനും അനിയനും എൻ്റെ അനിയത്തിയും പിന്നെ അവരുടെ പിള്ളേരും ഞങ്ങളുടെ ഫാമിലി റിലേറ്റീവ്സും ഒക്കെയാണ്, അതായത് ഹസ്ബൻഡിൻ്റെ. അപ്പോൾ ആ ഒരു കാഴ്ചയിലേക്ക് നിങ്ങളെയും കൂടി കൂട്ടാമെന്ന് കരുതിയിട്ടാണ് ഇങ്ങനൊരു വീഡിയോ എടുത്തത്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വീട്. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങളൊന്ന് പുറത്തേക്ക് ഔട്ടിങ്ങിന് പോകുന്നുണ്ട്. അപ്പോൾ ആ ഒരു വിശേഷങ്ങളും നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം എന്നാണ് വിചാരിക്കുന്നത്. ഇതിപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് പോയതിൻ്റെ ഒരു അനുഭവമാണ് നേർക്കാഴ്ചയാണ് ഈ കാണിക്കുന്നത്. അതായത് ഇവിടെ ഈ ചെക്കിങ് ഉണ്ട്, നമ്മൾ എടുത്ത ടിക്കറ്റിൻ്റെ ചെക്കിങ് ഈ ഒരു മെഷീനിൽ നേരിട്ട് ഇങ്ങനെ കാണിച്ചാൽ മാത്രമേ ഇത് ഓപ്പൺ ആയിട്ട് നമുക്ക് അകത്തേക്ക് പോകാൻ പറ്റുള്ളൂ. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും കൂടെ ചേർത്ത് 9 പേരുണ്ടായിരുന്നു. ആ 9 പേർക്കും കൂടെ ചേർത്തിട്ട് ഒരു ടിക്കറ്റാണ് നമ്മൾ മൊത്തത്തിൽ എടുത്തത്. അത് കാരണം ഓരോരുത്തരായിട്ട് പറഞ്ഞ് അപ്പുറത്തേക്ക് വിടുവാണ്. പക്ഷേ ഇവിടെ അനിയത്തിയുടെ മോള് വന്ന സമയത്ത് കുഞ്ഞകത്ത് കയറി നിന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു ഈ മെഷീൻ ഓപ്പൺ ആവുന്നുണ്ടായില്ല. ഇച്ചിരി ഒരു കഷ്ടപ്പാടായിരുന്നു. പിന്നെ ഒത്തിരി നേരം ഞങ്ങൾ ട്രൈ ചെയ്തു. ഓരോ മെഷീനും മാറി ഞങ്ങളുടെ QR കോഡ് ആ ഒരു ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു നോക്കി. പക്ഷേ അതൊന്നും വർക്കായില്ല. പിന്നെ അവർ വന്ന ശേഷം ഞങ്ങൾക്കിത് ഓപ്പൺ ആക്കി തരികയാണ് ചെയ്തത്. അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് ഒരു വിധത്തിലാണ് ഞങ്ങൾ മെട്രോ സ്റ്റേഷൻ്റെ മുന്നിൽ എത്തിയത്. അതായത് നമ്മുടെ ട്രെയിൻ വരുന്ന ആ ഒരു സ്റ്റേഷനിൽ എത്തിയത്. അങ്ങനെ ഞങ്ങൾ പിന്നെ അടുത്ത് നിന്ന് കാത്തിരിപ്പായി. ട്രെയിൻ വരാൻ വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പ്, ഒരു എക്സൈറ്റ്മെൻറ്റ് ഭയങ്കരമായിട്ട് ഉണ്ടാകും. കാരണം പ്രിയപ്പെട്ടവരുടെ കൂടെ ചിലവഴിക്കുന്ന യാത്രകളാണല്ലോ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട് തോന്നുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു കാത്തിരിപ്പെന്ന് പറഞ്ഞാൽ വളരെ രസകരമായിട്ടുള്ളൊരു കാത്തിരിപ്പാണ്. അതേ, നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ വെയിറ്റ് ചെയ്തിട്ട് അവസാനം നമ്മുടെ മെട്രോയിൽ ട്രെയിൻ നമ്മുടെ മുന്നിലേക്ക് വന്നിട്ടുണ്ട്. മെട്രോ ട്രെയിൻ ആദ്യം മൊത്തത്തിൽ ആകെ നല്ല രസകരമായിട്ടുള്ളൊരു നിമിഷമായിട്ടാണ് നമുക്കൊക്കെ ഫീൽ ചെയ്തത്. പിള്ളേർക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ ട്രെയിനിനുള്ളിലേക്ക് കയറാമെന്ന് കരുതി. പക്ഷെ പ്രതീക്ഷിച്ചതുപോലെയൊന്നും അല്ല കേട്ടോ. ട്രെയിനിനുള്ളിലേക്ക് കയറിയപ്പോൾ ആരും ഒരു മിണ്ടാട്ടവും ഇല്ല, ഒരു ബഹളം ഇല്ല. ആകെ മൊത്തത്തിലൊരു എന്ത് പറയാനാണ്, അവരവരുടെ കാര്യം എല്ലാവരും ഭയങ്കര ടിപ്പ് ടോപ്പ്. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടത്തില്ല, മുഖത്ത് നോക്കി ചിരിക്കത്തില്ല. അങ്ങനെ മൊത്തത്തിൽ ഒരു ഇത്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ മാത്രം ഇച്ചിരി ജോളി ടൈപ്പ് ആയതുകൊണ്ട്, പിന്നെ പൊതുവേ നമ്മൾ അങ്ങനെ ഒരു മൂഡിലും ആയിരുന്നല്ലോ. പുറത്ത് യാത്ര ചെയ്യുക, രസകരമായിട്ട് സന്തോഷിച്ച് വരിക എന്നുള്ളൊരു മൂഡിലായിരുന്നു ഞങ്ങൾ. അപ്പോൾ അതുകൊണ്ടായിരിക്കണം തൊട്ടടുത്തുള്ളവരെയൊന്നും കണ്ടിട്ട് ഞങ്ങൾക്ക് അത്ര രസകരമായിട്ട് തോന്നിയില്ല. അവരുടെ ജീവിത രീതിയിൽ ഓരോ ദിവസവും യാത്ര ചെയ്യുന്നു, ജോലിക്ക് പോകുന്നു, തിരിച്ച് വീട്ടിലേക്ക് വരുന്നു. അങ്ങനെ അതിന് വേണ്ടിയിട്ട് മാത്രമാണ് മെട്രോ ട്രെയിൻ അവരെ ആശ്രയിക്കുന്നത്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ മെട്രോയിൽ കയറിയത് അടിച്ചു പൊളിക്കാനായിരുന്നു. പക്ഷേ മറ്റുള്ളവർക്ക് ഡിസ്റ്റർബൻസ് ആവണ്ടെന്ന് കരുതിയിട്ട് പിന്നെ ഞങ്ങൾ കൂടുതൽ ആക്ടിവിറ്റീസ് ഒന്നും കാണിച്ചിട്ടില്ല, അങ്ങനെയൊന്നും എടുത്തിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ അവിടെ മിണ്ടാണ്ടിരിക്കുകയാണ് ചെയ്തത്. കാരണം ആരെ നോക്കിയാലും എല്ലാവരും ഭയങ്കര മൂഡ് ഔട്ടായിട്ട് അവരവരുടെ കാര്യങ്ങൾ ചെയ്തും അല്ലെങ്കിൽ ഫോൺ നോക്കിയും ഒക്കെ ഇരിക്കുന്ന ആൾക്കാരായിരുന്നു. പിന്നെ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങളും അങ്ങനെ സൈലൻ്റ് ആവാൻ തുടങ്ങി. ഇവിടെ അങ്ങനെ ഭൂപ്രകൃതിയായിട്ടൊന്നും കാണാനായിട്ടൊന്നും ഉണ്ടായില്ല. പുറത്തേക്ക് നോക്കിയാൽ തന്നെ കാണുന്നത് അത്രയും ഒരുപാട് വലിയ കെട്ടിടങ്ങൾ, മൊത്തം ഫ്ലാറ്റുകൾ മാത്രമേ ഉള്ളൂ. ഭൂപ്രകൃതി ഭംഗിയായിട്ട് ആസ്വദിക്കാനായിട്ട് ഒന്നും ഉണ്ടായില്ല. പിന്നെ ജനലിലൂടെ കാഴ്ചകൾ കണ്ട് ഞങ്ങളുടെ യാത്ര അവസാനിപ്പിക്കാനുള്ള സമയമായി. ഏകദേശം ഞങ്ങൾക്ക് എത്താനുള്ള സ്റ്റോപ്പായി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ.